ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഇന്ന് ജൂൺ 1 അപ്പം ഇന്ന് എൻ്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. നമ്മൾ വലിയ ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല ഇത്തവണ. എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. ചെറിയൊരു കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്യും. ഇത്തവണത്തെ പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം എല്ലാ പ്രാവശ്യവും ഞാനിങ്ങനെ വീട്ടിൽ ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറാണ് ഉള്ളത്. അപ്പൊ ഇത്തവണ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങളോട് ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബാക്ക് ടു റുട്ടീൻ ആണ് കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടത് നമ്മുടെ യാത്രകളും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ നമ്മൾ വെക്കേഷനായിട്ട് അങ്ങനെ യാത്രയൊന്നും പ്ലാൻ ചെയ്തിരുന്നതല്ല. പക്ഷെ നമ്മൾ ഇത്തവണ ഗുരുവായൂരും അതുപോലെ തന്നെ തഞ്ചാവൂരും ആണ് പോയത്. കാരണം ഇവിടെ ഹസ്ബൻഡിന് ലീവ് ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ലീവൊക്കെ എടുത്തിട്ട് 1 ഡേ ട്രിപ്പ് പോലെയാണ് പോയത്. പക്ഷേ നമുക്കിങ്ങനെ യാത്രയൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരു ദിവസത്തേക്ക് ആണെങ്കിൽ പോലും വല്ലാത്തൊരു ക്ഷീണവും ബുദ്ധിമുട്ടും ഒക്കെ ആയിരിക്കുമല്ലേ. എനിക്കും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ സാധാരണ വെക്കേഷൻ സമയത്ത് നാട്ടിൽ പോകാറുണ്ട്. ഇത്തവണ അതിനൊന്നും പറ്റിയില്ല. അപ്പോൾ അമ്മയൊക്കെ ഇങ്ങോട്ട് വരുവാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഈ യാത്രയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് വീടൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ തന്നെ എനിക്ക് കുറച്ച് അധികം ദിവസം എടുത്തായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഓൾറെഡി ക്ലീനിങ് ഒക്കെ ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് പോയത്. എന്നാലും നമ്മൾ പോയിട്ട് തിരികെ വരുമ്പോഴേക്കും വീടിനുള്ളിൽ വല്ലാത്തൊരു സ്മെല്ലും ഒരു ഡസ്റ്റൊക്കെ ഇങ്ങനെ കാണുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണമായിരുന്നു എനിക്ക്. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ആമിക്ക് ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് മുതൽ സ്കൂൾ ഓപ്പൺ ആവും. അപ്പോൾ അവർക്കിവിടെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് സ്കൂൾ ഓപ്പൺ ചെയ്യുന്നത്. 1 തീയതി അല്ല. അപ്പോൾ ഇന്ന് എല്ലാ മക്കളും സ്കൂളിൽ പോകുന്ന ദിവസമാണല്ലേ, ജൂൺ 1 ആണല്ലോ. അപ്പോൾ ഇന്ന് സ്കൂളിൽ പോയ എല്ലാ കുട്ടികൾക്കും എൻ്റെ വക വീണ്ടും ഒരു ബെസ്റ്റ് വിഷസ് അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മക്കളൊക്കെ സ്കൂളിൽ പോയോ? ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ സ്കൂളിൽ പോകുന്ന മക്കളുള്ള അമ്മമാരൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ കമന്റ് ഇടാൻ പറഞ്ഞപ്പോൾ കുറച്ച് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ LKG പോകുന്ന കുഞ്ഞു മക്കളുണ്ട്, അംഗൻവാടി പോകുന്നവരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1-2 പേർക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ മക്കൾ നമ്മുടെ അടുത്തുനിന്ന് മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷനാണത്. എനിക്ക് മെയിനായിട്ട് ആമിയുടെ ഒരു LKG സ്കൂൾ ഓപ്പൺ ചെയ്ത സമയത്ത് അവൾക്ക് ആ ഒരു കൊറോണ ബാച്ച് ആയതുകൊണ്ട് അവൾക്ക് LKG ഫുള്ളായിട്ട് ഓൺലൈൻ ക്ലാസ് ആയിരുന്നേ. UKG മുതലാണ് അവൾ സ്കൂളിൽ പോയി തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു ടെൻഷൻ, അവൾക്ക് ഇങ്ങനെ ഈ പോട്ടി ട്രെയിനിങ്ങിൻ്റെ ഒരു കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് അവിടെ സ്കൂളിൽ അഡീഷണൽ ആയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു വിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലഞ്ച് കഴിക്കുമ്പോൾ അതിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ലഞ്ച് ടവലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം അവിടെ സ്കൂളിൽ തന്നെ ആയമാർ 2-3 പേരുണ്ട്. അവരൊക്കെ ഇങ്ങനെ നോക്കിക്കോളും. പൊതുവേ അമ്മമാർക്ക് മക്കൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ മെയിനായിട്ട് വരുന്നൊരു ടെൻഷൻ അതായിരിക്കുമല്ലോ. നമ്മൾ വീട്ടിൽ എങ്ങനെയൊക്കെ മക്കളെ ട്രെയിനിങ് ഒക്കെ കൊടുത്തു എന്ന് പറഞ്ഞാലും ആദ്യമായിട്ട് അവർ സ്കൂളിലേക്ക് പോകുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ആ ഒരു കാര്യത്തിലായിരുന്നു നല്ല ടെൻഷൻ. പക്ഷേ ആമി അത് നല്ലപോലെ തന്നെ മാനേജ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്കതൊന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കാണെങ്കിൽ ഈ യാത്രയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ചൊവ്വയൊന്ന് കുക്കിംഗ് പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇന്നാണ് ഞാൻ പ്രോപ്പറായിട്ട് വീട്ടിലൊന്ന് കുക്കിംഗ് തന്നെ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഈ മൈഗ്രെയിനും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട്. പിന്നെ ആമിക്കും സുഖമില്ലാതായി, ഹസ്ബൻഡിനും പനിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് 2-3 ദിവസത്തേക്ക് നമ്മൾ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് കഴിച്ചത്. ഇപ്പോഴും നമ്മുടെ വീട്ടിൽ ഗ്രോസറിയും കാര്യങ്ങളൊന്നും എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ. ഇനി വേണം അതൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ എന്തായാലും ആമിക്ക് സ്കൂൾ തുറക്കാൻ പോകുന്ന സമയത്ത് ഗ്രോസറിയും അതുപോലെ തന്നെ വെജിറ്റബിൾസും കാര്യങ്ങളെല്ലാം എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതുവരെ പഴയ സാധനങ്ങൾ വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 2-3 ദിവസം ഇടയിൽ കഞ്ഞിയൊക്കെയാണ് കുടിച്ചത്. പിന്നെ കുറച്ച് ദിവസമൊക്കെ പുറത്തുനിന്ന് ഭക്ഷണം മേടിച്ച് കഴിച്ചു. പിന്നെ നമ്മൾ യാത്ര പോയപ്പോഴും ഒക്കെ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ എനിക്കുണ്ടായി. അപ്പോൾ ഫുഡ് പോയ്സണും കാര്യങ്ങളൊന്നും അല്ല, എന്നാലും വയറിനൊരു അസ്വസ്ഥതയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്ത് കഴിക്കുന്ന പോലെയൊന്നും ആവില്ല പുറത്തുനിന്ന് കഴിക്കുമ്പോൾ. പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. യാത്ര പോകുന്ന സമയത്ത് പുറത്തുനിന്ന് കഴിച്ചാലല്ലേ പറ്റുള്ളൂ. ഇതിനിടയിൽ തന്നെ ആമിയുടെ യൂണിഫോം ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെനിക്കൊന്ന് കഴുകിയിടണം. അപ്പം ഞാൻ അതൊക്കെ എടുത്തൊന്ന് മാറ്റി വെക്കുകയാണ് കഴുകിയിടാൻ വേണ്ടി. ഹാൻഡ് വാഷ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പയറും പപ്പടം ആയിരുന്നു കേട്ടോ. ഞാനങ്ങനെ പുട്ടും പയറും പപ്പടം അധികം അങ്ങനെ ഉണ്ടാക്കാറില്ല. അമ്മ എനിക്ക് നാട്ടിൽ നിന്ന് വന്നപ്പോൾ പൊൻകതിറിൻ്റെ പുട്ടുപൊടി കൊണ്ടുവന്നു. അപ്പോൾ അത് ഞാൻ എന്തായാലും തീർക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പുട്ടാണ് വെച്ചത്. ഇവിടെ എൻ്റെ ഹസ്ബൻഡിന് പുട്ട് അങ്ങനെ വലുതായിട്ട് ഇഷ്ടമില്ല. ആമിക്ക് എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷെ അവൾക്ക് പയർ അധികം ഇഷ്ടമില്ല. പപ്പടം അല്ലെങ്കിൽ പഴം, പഞ്ചസാര ഇതൊക്കെ വെച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം. പൊതുവെ ഞാൻ കറികൾ എന്തെങ്കിലുമാണ് ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ കടലയൊന്നും ഇല്ലായിരുന്നു കേട്ടോ കറിയൊന്നും വെക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പയർ പുഴുങ്ങിയതും പപ്പടവും ഒക്കെ കൂട്ടിയാണ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചത്.
പിന്നെ ഉച്ചക്കലത്തെ ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഒരു ബിരിയാണി വെക്കാമെന്ന് കരുതി കേട്ടോ. ടൊമാറ്റോ ബിരിയാണിയാണ്, ടൊമാറ്റോ റൈസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാസ്മതി റൈസ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ്. അപ്പോൾ എന്തായാലും അതിനിടയിൽ തന്നെ നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാൻ എന്തായാലും ഈ കൗണ്ടർ ടോപ്പിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും ഒന്ന് ജസ്റ്റ് ഒന്ന് കോളിൻ വെച്ച് സ്പ്രേ ചെയ്തെടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഒരുപാട് ഡീപ് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും അല്ല. എന്തായാലും ഡീപ് ക്ലീനിങ് ഒക്കെ നമ്മളിനി വരുന്ന ദിവസങ്ങളിലൊക്കെ ചെയ്യുന്നതായിരിക്കും. വലിയ അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കോളിൻ വെച്ച് സ്പ്രേ ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ക്ലീനിങ് ചെയ്യുന്നതിനിടയിൽ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാമേ. അപ്പോൾ നമുക്ക് ജൂൺ മാസത്തിലെ ഒരു റീസെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഞാൻ ചെയ്യുന്നൊരു രീതി പറയാം കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെക്കേഷൻ ആയ സമയത്ത് ആമി വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ പഴയ പോലൊരു റുട്ടീൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഫോളോ ചെയ്യാൻ പറ്റിയില്ല. ചില ദിവസങ്ങളിലൊക്കെ തട്ടിക്കൂട്ട് പരിപാടികളായിരുന്നു കേട്ടോ. പിന്നെ ഇടയിൽ അസുഖമൊക്കെ വന്നതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ അത്ര സ്മൂത്തായിട്ട് പോയിട്ടില്ല കാര്യങ്ങളൊന്നും. അതല്ലെങ്കിലും അങ്ങനെയാണല്ലേ, ലൈഫ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണല്ലോ. ചില സാഹചര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അപ്പം പ്രത്യേകിച്ച് അസുഖമൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആ പഴയ റുട്ടീനും വെച്ചുകൊണ്ടിരുന്നാലൊന്നും പറ്റില്ല. അപ്പം നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ റുട്ടീൻ നമ്മൾ മാറ്റിയേ പറ്റുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും ഞാൻ ഓർത്തു ജൂൺ മാസം ഇവൾക്ക് ഇനി സ്കൂൾ തുറന്നു കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒരു റുട്ടീൻ പിടിക്കാനായിട്ട് പറ്റും. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ വ്ളോഗ് സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. നമുക്ക് കൃത്യമായിട്ട് ഒരു റുട്ടീൻ ഉണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഒരു മന്ത്ലി ക്ലീനിങ്ങും വീക്കിലി ക്ലീനിങ്ങും ഡെയിലി ക്ലീനിങ്ങും അങ്ങനെയൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് ജൂൺ മാസത്തിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എൻ്റെ സെൽഫ് കെയർ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാസം വെക്കേഷൻ ആയതിനു ശേഷം എനിക്ക് വേണ്ടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യവും ചെയ്തിട്ടില്ല. എസ്പെഷ്യലി ഹെയറിന് വേണ്ടിയിട്ട് അതെനിക്ക് വലിയ വിഷമമുള്ളൊരു കാര്യമാണ് കേട്ടോ. സാധാരണ ഞാൻ എന്തൊക്കെ ജോലികളുണ്ടെങ്കിലും എന്നെ കൂടി ശ്രദ്ധിക്കാറുള്ളതാണ്. പക്ഷേ ഇത്തവണ എനിക്കൊന്നിനും പറ്റാതെ പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഈ മാസത്തെ ജൂൺ മാസത്തെ റീസെറ്റിൽ ക്ലീനിങ്ങും വീട്ടുകാര്യങ്ങളും എല്ലാത്തിനോടൊപ്പം തന്നെ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്കിൻ കെയറും ഹെയർ കെയറിനും മാറ്റി വെക്കണമെന്ന് ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ട് ഞാൻ. അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, എന്തായാലും എനിക്ക് വീട്ടിലത്തെ ആ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം, ആമി സ്കൂളിൽ പോകുമ്പോഴേ അത് പറ്റുള്ളൂ, കുറച്ച് നേരം റീഡിങ്ങിന് വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കണമെന്നുള്ളത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 മാസം കൊണ്ട് ഞാൻ ബുക്ക് കൈകൊണ്ട് തൊട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പറയാം. എൻ്റെ ബുക്സ് എല്ലാം അങ്ങനെ പൊടി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാറുണ്ട്, അയ്യോ എനിക്ക് വായിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ, എൻ്റെ ആ പഴയ റുട്ടീൻ എനിക്ക് മിസ്സാവുന്നുണ്ടല്ലോ എന്ന്. പക്ഷെ നമ്മളങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. കാരണം ആമി വീട്ടിലുള്ള കാരണം കൊണ്ട് അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ഞാൻ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും നമ്മൾ എത്രയൊക്കെ ബിസിയാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും മക്കൾക്കൊപ്പം കുറച്ച് സമയം നമ്മൾ ഇരിക്കേണ്ടി വരും അല്ലേ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അവൾക്ക് ഈ പ്രോജക്റ്റ് വർക്കും അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ള കാരണം കൊണ്ട് എനിക്ക് അവളെ അങ്ങനെ ശ്രദ്ധിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ സമയം പോവും. ഇതുവരെയും അസൈൻമെൻ്റ് ഒന്നും ഫിനിഷ് ആയിട്ടുമില്ല, കുറച്ചും കൂടി എഴുതാനുണ്ട് കേട്ടോ. ഇടയിൽ നമ്മൾ ട്രാവലിംഗ് ഒക്കെ ചെയ്തു. പിന്നെ അവൾക്ക് അസുഖം ഒക്കെ ആയ സമയത്തൊന്നും അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ വെക്കേഷൻ സമയത്തെ റുട്ടീൻ നമ്മൾ എങ്ങനെയൊക്കെ റുട്ടീൻ പിടിക്കാമെന്ന് നോക്കിയാലും ഒരു തരത്തിലും അത് നടക്കത്തില്ല. ഞാനും മാക്സിമം ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ എന്നാലും ചില സമയത്തൊക്കെ കയ്യിൽ നിന്ന് പോയൊരവസ്ഥയായിരുന്നു. പിന്നെ മെയിനായിട്ട് ഇവിടെ ചൂടാണ്. ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര മോശമാണ്. ഇപ്പോൾ പിന്നെ ചൂട് കൂടി പീക്കിൽ നിൽക്കുന്നൊരു സമയമാണ് കേട്ടോ. അപ്പോൾ മഴയും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല മടിയാണ്. പിന്നെ ഉഷ്ണം ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാട്ടിക്കൂട്ടി വെച്ചിട്ട് പോയാൽ മതി, അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. എല്ലാവരെയും പോലെ തന്നെയാണ് ഞാനും. അപ്പോൾ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് സ്കൂൾ തുറക്കാൻ വേണ്ടിയിട്ട്, എല്ലാവരെയും പോലെ തന്നെ. അപ്പോൾ എൻ്റെ ഈ മെയിനായിട്ടുള്ള സെൽഫ് കെയറും കാര്യങ്ങളൊക്കെ. പിന്നെ ചില സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നാറുണ്ട്. ഇപ്പോൾ നമുക്ക് പഴയ പോലെ റുട്ടീനൊന്നും ഫോളോ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഒരു മാനസികമായൊരു വിഷമം കേട്ടോ. കാരണം ഞാൻ എത്ര വൈകായിക ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരു സ്വഭാവം എനിക്ക് പൊതുവേ ഇല്ല കേട്ടോ. കാരണം എനിക്കിങ്ങനെ ഈ വെറുതെ ഇരിക്കുമ്പോഴാണ് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ വരും, സങ്കടങ്ങൾ വരും, പഴയ കാര്യങ്ങൾ ഓർത്ത് ഓരോരോ വിഷമങ്ങൾ. അപ്പം അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എൻഗേജ്ഡ് ആകും. പക്ഷെ നമുക്ക് പനിയൊക്കെ വരുന്ന സമയത്ത്, വയ്യായ്ക വരുന്ന സമയത്ത് നമുക്ക് ഒന്നിനും പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ ഒരു മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടും കൂടി കുറച്ച് സമയം എനിക്ക് എടുക്കണമെന്നുണ്ട് ഈ ഒരു ജൂൺ മാസം മുതൽ. പിന്നെ ഒരുപാട് പേര് ന്യൂ ഇയർ പ്രമാണിച്ച് ന്യൂ ഇയർ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുള്ളവരായിരിക്കാം. എല്ലാവരുടെയും റെസൊല്യൂഷൻ പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുകയുമായിരിക്കും അല്ലേ. അപ്പോൾ എൻ്റെയും കുറച്ച്
കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ മുടങ്ങിപ്പോയി. പിന്നെ ഞാൻ ആഗ്രഹിച്ച 1-2 സ്ഥലങ്ങളിൽ എനിക്ക് പോകാൻ പറ്റി കേട്ടോ. പ്രത്യേകിച്ച് ഗുരുവായൂരും അതുപോലെ തന്നെ തഞ്ചാവൂരും. അത് കഴിഞ്ഞ ദിവസം നീതു എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ തഞ്ചാവൂരിലെ വ്ളോഗ് കണ്ടിട്ട് ഇങ്ങനെ നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്തൊക്കെ പോകാനുള്ള ഭാഗ്യം കിട്ടുമ്പോൾ നമ്മൾ അറിയാതെ ഗ്രേറ്റ്ഫുൾ ആവുമെന്ന്. ശരിയാണ് കേട്ടോ, ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് ആ ഒരു കാര്യത്തിൽ. കാരണം ചെറിയ പ്രായത്തിൽ ഞാനങ്ങനെ ഒരിടത്തും പോയിട്ടില്ല, വീട്ടിൽ തന്നെയാണ് ഇരിപ്പ്. പ്രത്യേകിച്ച് അമ്മയും അച്ഛനും ആണ് എല്ലായിടത്തും പോകുന്നത്. അനിയനാണെങ്കിൽ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. അപ്പം ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു കല്യാണം വന്നാൽ പോലും അച്ഛനും അമ്മയും കൂടി പോവും, എന്നെ അങ്ങനെ കൊണ്ടുപോകത്തില്ല. ഞാനങ്ങനെ പോകാറുമില്ല കേട്ടോ, വീട്ടിൽ തന്നെ ഇരിപ്പാണ്. പക്ഷേ എനിക്ക് ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. യാത്രകളെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇപ്പം എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നു കഴിയുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. നമുക്ക് വയ്യായിക വരുന്നുണ്ട്, നമ്മുടെ പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം, പിന്നെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട്. പക്ഷെ എന്നാലും ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻഡും. പിന്നെ നമ്മൾ വീട്ടമ്മമാർ എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ ഇരിക്കുന്ന സ്ത്രീകളാണല്ലേ. പ്രത്യേകിച്ച് നമ്മൾ ഈ വീട്ടുകാര്യങ്ങൾ മാത്രം നോക്കി മക്കളുടെയും ഹസ്ബൻഡിൻ്റെ ഒക്കെ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു മടുപ്പ് തോന്നും. അത് എൻ്റെ ഹസ്ബൻഡ് തന്നെ എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഈ വീട്ടിൽ ഇങ്ങനെ ജോലികൾ ഇങ്ങനെ ചെയ്ത് നടക്കുന്നത്, അപ്പം മടുപ്പ് തോന്നൂലേ എന്ന്. അപ്പം ഞാൻ അതുകൊണ്ടാണ് എനിക്ക് വേണ്ടിയിട്ടും കൂടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. സെൽഫ് കെയറും എൻ്റെ ഇഷ്ടപ്പെട്ട ഹോബീസും കാര്യങ്ങളൊക്കെ, ഈ വീഡിയോ എടുക്കുന്നത് പോലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ്. നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നിരുന്ന് നമുക്ക് ജീവിതത്തിൽ ഒരു മോട്ടിവേഷനും കാണത്തില്ല, അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതം നമുക്ക് മടുത്തു പോകും അല്ലേ. എനിക്കും പലപ്പോഴും അങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഹസ്ബൻഡിനോട് പറയും, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകണം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെക്കേഷൻ സമയത്ത് എനിക്ക് കിട്ടിയൊരു റെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈ യാത്ര ചെയ്തത് തന്നെയാണ് കേട്ടോ. കാരണം ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ സ്കൂള് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു റുട്ടീനാണ്. പിന്നെ നമ്മൾ ഭയങ്കര ബിസി ആവും. പിന്നെ ഇനി അടുത്ത വെക്കേഷൻ വരണം, നമ്മൾ ഇതുപോലൊന്ന് ഫ്രീ ആവണമെങ്കിൽ. ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ലീവ് കിട്ടുമെങ്കിലും പക്ഷെ നമുക്ക് ഇത്രത്തോളം ഒന്നും റെസ്റ്റ് കിട്ടത്തില്ലല്ലേ. പ്രത്യേകിച്ച് മക്കൾ വലിയ സ്കൂളിലോട്ട് പോകുമ്പോൾ പറയുകയും വേണ്ട, നമ്മുടെ റെസ്റ്റിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അവരുടെ പഠിത്ത കാര്യങ്ങളിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. കഴിഞ്ഞ പ്രാവശ്യം ആമിയെ നമ്മൾ തമിഴ് ട്യൂഷനൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തവണ ആ ട്യൂഷൻ മിസ്സിൻ്റെ വീടൊക്കെ അവർ മാറി പാലുകാച്ചി വേറെ വീട്ടിലോട്ടൊക്കെ പോയേട്ടോ. അപ്പോൾ അവർ ഇവിടെ അല്ല താമസം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ആമിയെ ട്യൂഷന് വിടാൻ പറ്റത്തില്ല. അപ്പോൾ അത്രയും കൂടുതൽ ഞാൻ അവളെ ശ്രദ്ധിക്കേണ്ടി വരും. തമിഴാണ്, അപ്പം എനിക്ക് അറിയാവുന്നുള്ളതുപോലെ ഞാൻ മാക്സിമം അവളെ ശ്രദ്ധിക്കേണ്ടി വരും കേട്ടോ. അപ്പം അതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് കുറച്ചും കൂടി ഒരു സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും കേട്ടോ. എന്നെപ്പോലെ ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടാവാം. ചില അമ്മമാരാണെങ്കിൽ വലിയ കൂളായിട്ട് നടക്കും അല്ലേ. അപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷനുള്ളൊരു കൂട്ടത്തിലാണ് ഞാനപ്പം. എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും നമുക്ക് വേണ്ടിയിട്ടും കൂടി കുറച്ച് സമയം മാറ്റി വെക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ വരുന്ന വ്ളോഗ്സിലൊക്കെ പ്രിപ്സും കാര്യങ്ങളും പിന്നെ നമ്മുടെ റുട്ടീൻ സെറ്റ് ചെയ്യുന്നതും അതെല്ലാം ഞാൻ കാണിക്കും കേട്ടോ. നിങ്ങൾ മറക്കാതെ വീഡിയോസ് എല്ലാം കാണുക. പിന്നെ ഞാനാണെങ്കിൽ ഇതിനിടയിൽ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കോളിനൊക്കെ വെച്ചൊന്ന് സ്പ്രേ ചെയ്തു, എല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. ഞാനിപ്പോൾ ഡീപ്പ് ക്ലീനിങ് അല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് കോളിൻ വെച്ച് ആ ഗ്ലാസ് ടോപ്പ് മാത്രം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞല്ല ടൊമാറ്റോ റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ കാണിക്കുന്നില്ല, കാരണം വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോവും. അത് അടുത്ത വ്ളോഗിൽ ഞാൻ കാണിക്കാം കേട്ടോ. വെനസ്ഡേ വ്ളോഗിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കുള്ളൂ അടുത്ത വ്ളോഗ്. അപ്പോൾ അതേ നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ എപ്പോഴും പെരുമാറുന്നൊരു സ്ഥലമാണല്ലോ നമ്മുടെ കിച്ചൺ, പ്രത്യേകിച്ച് കൗണ്ടർ ടോപ്പ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ വന്നിട്ട് എവിടെ പോയാലും എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും കൗണ്ടർ ടോപ്പ് ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്ത് ഇട്ടേക്കാം കേട്ടോ. ഇല്ലെങ്കിൽ എനിക്ക് കുക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി നമുക്ക് മറ്റ് ഷെൽഫുകളും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യണം. അതൊന്നും ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല, അതൊക്കെ പതിയെ ഓരോ ദിവസങ്ങളിലായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാം കൂടി ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വയ്യായിക വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ഈ ജൂൺ മാസം നമുക്ക് ഓരോന്നായിട്ട് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങൾക്കും ഇതുപോലെ എന്നോടൊപ്പം ക്ലീനിങ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണോ, നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കും. കാരണം നമ്മുടെ പഴയ വ്ളോഗിലൊക്കെ ഒരുപാട് പേര് എൻ്റെ ക്ലീനിങ് കണ്ടിട്ട് ഓരോ ദിവസം ഓരോ സ്ഥലമായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അറിയാനുള്ളൊരു കൗതുകം കൊണ്ട് ചോദിച്ചതാണേ.
പിന്നെ അതേ നമ്മൾ തഞ്ചാവൂരിൽ നിന്ന് മേടിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ ഈ ബൊമ്മയും കാര്യങ്ങളും ഒക്കെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. തഞ്ചാവൂർ പോയപ്പോൾ അവിടെ അടുത്തൊരു ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ ഇതിൽ ഈ വലിയ ബൊമ്മ കണ്ടോ, ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. മേൽ പോർഷനിൽ വരുന്നത് ഫൈബർ ആണ് കേട്ടോ. അപ്പം എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ തലയാട്ടി ബൊമ്മയാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നമ്മൾ തഞ്ചാവൂർ ആ ഒരു പാലസിനകത്ത് അവിടുത്തെ ഹാൻഡ് ക്രാഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന അടുത്തുനിന്ന് മേടിച്ചതാണ്. ഇത് 300 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. 350 തോന്നുന്നു കേട്ടോ. പിന്നെ മറ്റേതെല്ലാം ഞാൻ ചെറിയ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അതിൽ 2-3 ആ ബുദ്ധയും അതൊക്കെ വുഡിലുണ്ടാക്കിയതാണ്. ആ ചെറിയ 2 മരപ്പാവ അതെല്ലാം വുഡിലുള്ളതാണ് കേട്ടോ. വെയിറ്റ് ഇല്ല, പക്ഷെ ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് എടുത്താണ്. അപ്പം ഞാനിങ്ങനെ ഈ യാത്രകൾ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആ സ്ഥലത്ത് എന്താണോ ഫേമസ് അതിൻ്റെ സംഭവങ്ങൾ എടുക്കാനായിട്ട് നോക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ച് കുറേ സാധനങ്ങൾ ഞാൻ എൻ്റെ വീട്ടിൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ചെറിയ സാധനങ്ങൾ മേടിക്കുന്നതിനോടാണ് താല്പര്യം. ഒരുപാട് വലുതൊന്നും മേടിച്ച് വെക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്, നിങ്ങളും ഇതുപോലെ വെക്കേഷനൊക്കെ ആവുന്ന സമയത്ത് ഒരു 1 ഡേ ട്രിപ്പെങ്കിലും പോകണം കേട്ടോ. ദൂരോട്ടൊന്നും പോകണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികമില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും കൊണ്ടുപോകാൻ ആരും ഇല്ല, അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യമാണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് തൊട്ടടുത്തുള്ളൊരു പാർക്കിലോ എവിടെയെങ്കിലും ഒന്ന് ഒറ്റയ്ക്ക് പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു സോളോ ട്രിപ്പൊക്കെ ചെയ്യാട്ടോ. അത് നമ്മുടെ മൈൻഡിന് നല്ലൊരു റിലാക്സേഷൻ തരുന്നൊരു കാര്യമാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇപ്പോൾ പുറത്ത് ഇങ്ങനെ ഹസ്ബൻഡിന് ലീവൊക്കെ കിട്ടുന്നതിനനുസരിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ തന്നെ ഞങ്ങൾ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ഞാൻ ഓരോ യാത്ര കഴിഞ്ഞ് വരുമ്പോഴും ഞാനിങ്ങനെ ഡയറിയിൽ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ, നമ്മൾ എത്രത്തോളം ഭാഗ്യം ചെയ്തവരാണെന്നുള്ളത്. കാരണം ഒരുപാട് പേര് ഇപ്പോഴും പുറത്തൊന്നും പോകാതെ 4 ചുവരുകൾക്കുള്ളിൽ അല്ലെങ്കിൽ അടുക്കളയ്ക്കുള്ളിൽ മാത്രം കഴിയുന്ന ഒത്തിരി വീട്ടമ്മമാരെ എനിക്കറിയാം. നമ്മുടെ ചാനലിൽ പോലും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒത്തിരി പേര് അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഉറപ്പായിട്ടും യാത്രകൾ നിങ്ങൾ ചെയ്യട്ടെ. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും, കുറേ ആളുകളെ കാണാൻ പറ്റും, പരിചയപ്പെടാൻ പറ്റും. ഞങ്ങളുടെ ഓരോ യാത്രയിലും, പ്രത്യേകിച്ച് ട്രെയിൻ യാത്രയിലൊക്കെ നമുക്ക് അടുത്തിരിക്കുന്ന ആളുകളെ പരിചയപ്പെടുമ്പോഴൊക്കെ ഒരുപാട് ആളുകളെ നമുക്കിങ്ങനെ മനസ്സിലാവും കേട്ടോ. പിന്നെ നമ്മളങ്ങനെ ഒരുപാട് അങ്ങനെ ഡീപ്പായിട്ട് ആരോട് സംസാരിക്കില്ലെങ്കിലും അതൊക്കെ ഓരോ അനുഭവങ്ങളാണ്. ഓരോ യാത്രയിലും കണ്ട് വരുന്ന ആളുകളെ നമ്മളെപ്പോഴും ഓർക്കും അല്ലേ. ഒരു യാത്ര സമ്മാനിക്കുന്നത് പലതരത്തിലുള്ള മെമ്മറീസ് ആണെന്ന് ഞാൻ എപ്പോഴും ഓർക്കും കേട്ടോ. പ്രത്യേകിച്ച് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ ഡ്രൈവർമാരുമായിട്ടാണ് കൂടുതൽ എൻ്റെ ഹസ്ബൻഡ് കമ്പനി ആവുന്നത് കേട്ടോ. അപ്പോൾ അവരോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ കാര്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാവും. അപ്പം അതൊക്കെ നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത് നമ്മൾ എത്രത്തോളം ബ്ലെസ്ഡ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്നവരാണോ, യാത്രകളൊക്കെ ചെയ്യാറുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ, മറക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ യാത്ര ചെയ്യാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റാത്തവരാണെങ്കിൽ എല്ലാവർക്കും ആഗ്രഹിക്കുന്ന പോലെ എല്ലാ സ്ഥലങ്ങളിലും പോകാനായിട്ട് പറ്റട്ടെ. സർവേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ കുറച്ചധികം ഡ്രസ്സുകൾ ഈ ഇടയ്ക്കായിട്ട് മീഷോയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സുകളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തതാണ് കേട്ടോ. ഇതെല്ലാം കഴുകിയതിന് ശേഷം മാത്രമേ ഞാൻ ഇടുള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ജീൻസിൻ്റെ കൂടെ ഇടാൻ വേണ്ടി 2 ടോപ്പ് വേണമായിരുന്നു കേട്ടോ. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലൊരെണ്ണം കോളറാണ്, അല്ലാത്തതും ഉണ്ട്. പിന്നെ ഒരു കുർത്തി സെറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വരുന്ന ദിവസങ്ങളിൽ അതൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമേ. റേറ്റൊക്കെ അഫോർഡബിൾ ആണ്. ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്കും കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.